ഈ പകൽ സമയം തുടർന്ന് ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. സ്തോത്രം. ഈ തിരുവചന ഭാഗത്തിൻ്റെ പ്രാരംഭ 12 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആദ്യത്തെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആ വേദഭാഗമെന്നുള്ളത് ആരാണ് ഒരു ഡിസൈപ്പിൾ, അല്ലെങ്കിൽ ഒരു ഹു ഈസ് എ ക്രിസ്ത്യൻ, ഹു ഈസ് എ ഡിസൈപ്പിൾ, വാട്ട് ആർ ദ ടെൽ ടെയിൽ സൈൻസ് ഓഫ് എ ഡിസൈപ്പിൾ. ഒരു ശിഷ്യൻ്റെ പ്രകടമായ, അല്ലെങ്കിൽ ആ ശിഷ്യനെ ശിഷ്യനായി ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളതിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെയൊക്കെ ആയാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്നല്ല കർത്താവ് പറഞ്ഞത്. നമ്മൾ മുകളിൽ കണ്ടു, അവൻ പുരുഷാരത്തെ കണ്ടാരെ, 1-ാമത്തെ വാക്യം, മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, അപ്പോൾ ശിഷ്യന്മാരെ ടീച്ച് ചെയ്യുകയായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു ശിഷ്യന്മാരെ. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് ശിഷ്യന്മാരായിരുന്നു. എന്നാൽ അതിൻ്റെ പുറത്ത് പുരുഷാരം കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവസാനം 2 എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല നിത്യതയിൽ പ്രവേശിക്കുന്നത്, സ്വർഗസ്ഥനാകുന്ന എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. എന്നിട്ട് 2 വാതിലുകളെക്കുറിച്ചും 2 വഴികളെക്കുറിച്ചും 2 ലക്ഷ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. സോ ജീസസ് ടാർഗറ്റ് ഓഡിയൻസ്, as we see in these initial verses, they are the disciples, but of course the crowd at large are listening to this teaching, and therefore Jesus, when concluding the so-called Sermon on the Mount, said, choose you today. After hearing all these things, he said, it is not the people who call me Lord, Lord. They appears very pious because they don't simply call Lord, but Lord, Lord, which means they appear so pious. നമ്മൾ സ്വത്ര എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഐ ആം സോ സ്പിരിച്വൽ എന്ന് മനുഷ്യരെ കാണിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് അവർ. അപ്പോൾ അവരോട് പറയുക, എന്നെ കർത്താവേ, ഒരു പ്രാവശ്യമല്ല, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനാകുന്ന എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അതിന് ഒരു വഴിയേ ഉള്ളൂ, ഒരു വാതിലേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ, ഒരു ലക്ഷ്യമേ ഉള്ളൂ. മറ്റേത് തികച്ചും അതിൻ്റെ നേരെ ഘടകവിരുദ്ധമാണ്. 2 വാതിൽ, 2 വഴി, 2 ലക്ഷ്യങ്ങൾ. നമ്മൾ ഭയങ്കര ബിരുദന്മാരാണ്. നമ്മുടെ ഉപദേശിമാരും നമ്മളെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വാതിലും ഒരു വഴിയും ഒരു ലക്ഷ്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഡൈവേർഷൻ, കോഷൻ, ഡൈവേർഷൻ. അപ്പോൾ ഇതിലേക്ക് ഏറിയാൽ മതി, അങ്ങോട്ടങ്ങ് പൊക്കോളൂ എന്നാണ് പറയുന്നത്. ഇല്ല, പോകത്തില്ല, പോവുകയില്ല. നോ, വഞ്ചിക്കപ്പെടരുത്. 2 വാതിൽ, 2 വഴി, 2 ലക്ഷ്യം, ഇടയ്ക്കൊന്നില്ല. നാടൻ ഭാഷ പറയുന്നത് പോലെ അത്ര
ചക്കിയുമല്ല അത്ര കണ്ടനുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്. നോ, അങ്ങനെ ആരും പോവുകയില്ല. എയ്തർ യു ആർ എ ഡിസൈപ്പിൾ going to eternal life, or you are not a disciple, you are going to eternal hell. അപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു ക്രൗഡിനോട്. പക്ഷേ ഡിസൈപ്പിളിനോട് പറയുന്നത്, യു ആർ ദീസ്, നിങ്ങൾ ഇന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ ഇന്നതാകുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇന്നതാണ്. ഓക്കെ. അപ്പോൾ ശിഷ്യന്മാരുടെ അടയാളം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാനെന്തിനാ ഇതൊക്കെ എന്നും ആവർത്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും. അയ്യോ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എബ്രായ ലേഖനകാരൻ പറയുന്ന പോലെ എനിക്ക് വളരെ പറയാനുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ. പക്ഷെങ്കിൽ ബേസിക്സ് ശരിയാകുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ക്ഷമിക്കുക. പക്ഷെങ്കിൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ അങ്ങനെ ശിഷ്യൻ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? കർത്താവ് പറഞ്ഞു, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഉപദ്രവം ഉണ്ടാകും. പത്രോസ് എന്നാ പറയുന്നേ? പിടിച്ചുപറിക്കാരനായിട്ടും തല്ലുകാരനുമായിട്ടും അല്ല, ബാക്കി പറയാമോ? കഷ്ടം സഹിക്കേണ്ടത്, പിന്നെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിപ്പിൻ. യേശു അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ കഷ്ടം സഹിക്കണം? ബിക്കോസ് അതുകൊണ്ടാണ് യേശു പറയുന്നത്, എൻ്റെ നിമിത്തം. ആ കഷ്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അടിയും തല്ലും അല്ല, അത് പല നിലകളിലുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടത്. അവിടെ ഒരു കാര്യം കൂടെ വീണ്ടും നമ്മളെ ഉറപ്പിച്ച് പറയുന്നതുകൊണ്ട്, അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഉപദ്രവിച്ചല്ലോ. അപ്പോൾ അങ്ങനെ അവരോടും ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ട്രൂലി ഡിസൈപ്പിൾ ആകുന്നത് കൊണ്ടും കർത്താവിൻ്റെ നിമിത്തം ജീവിതത്തിൽ അസൗകര്യങ്ങളുണ്ടായെങ്കിൽ കർത്താവ് പറയുന്നു, സന്തോഷിച്ച് തുള്ളുവിൻ, കാരണം യു ആർ ജെനുവിൻ. ദാറ്റ് പ്രൂവ്സ് യു ആർ എ ഡിസൈപ്പിൾ. ഓക്കെ. ഇത്രയും പറഞ്ഞിട്ട് അടുത്ത 3 വാക്യങ്ങളിൽ 13 മുതൽ 4 വാക്യങ്ങളിൽ 4-5 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന കാര്യം, 4 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന കാര്യം, ഈ നിലയിൽ ഉള്ള ഒരു ശിഷ്യൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? അതവൻ്റെ വീട്ടിലും സഭയിലും ലോകത്തിലും he cannot but influence. അവൻ്റെ ഭവനത്തിൽ, സഭയിൽ, സമൂഹത്തിൽ അവന് സ്വാധീനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇല്ലവേ ഇല്ല. He will by default he will be an influence. അതാണ് യേശു 2 സാദൃശ്യങ്ങളിൽ കൂടെ പറയുന്നത്. എത്ര കൃത്യമാണ്! നമ്മുടെ കർത്താവിനെ പോലെ ഒരു വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ സംസാരിച്ചത് ആരുമില്ല. സോ സിമ്പിൾ, സോ ഡൗൺ ടു എർത്ത്, സോ ക്ലിയർ. No ambiguity, no room for twisting. Of course, there is absolutely no room for twisting, but today Pentecostals even twist Jesus' very words. That is such a pathetic situation. Okay, അതവിടെ പോകട്ടെ.
കർത്താവിൻ്റെ വാക്കുകളെ അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന് പറയുന്നൊന്നുമില്ല. ഇറ്റ് ഈസ് സ്ട്രെയിറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ. തെറ്റായിട്ട് ചിന്തിക്കാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകളെ സെർമൺ ഓൺ ദ മൗണ്ടിൻ്റെ പ്രസംഗം ലേറ്റ്ലി എവിടാ കേട്ടത്? കേട്ടിട്ടുണ്ടോ? ഞാനാരെയും കുറ്റം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഏജ്. ഈ ഏജിൻ്റെ സ്വഭാവമാണ്, പൊതു സ്വഭാവമാണ്. നമുക്ക് ദൈവം അല്പം കണ്ണു തുറക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് നമ്മളായി, അല്ലെ നമ്മളും അതിൻ്റെക്കാളും കേമന്മാരായിപ്പോയിനെ. അപ്പോൾ യേശു കർത്താവ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദിസ് ഈസ് വെരി സ്ട്രെയിറ്റ്. കർത്താവ് 2 സാദൃശ്യങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ 2 സാദൃശ്യങ്ങളും ആ കാലഘട്ടത്തിലെന്നല്ല, എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാവർക്കും പരിചിതമായ, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന 2 സാദൃശ്യങ്ങൾ. ഇന്ന് നമ്മൾ ആദ്യത്തെ ആ സാദൃശ്യം അല്പം ഒന്ന് ഫോക്കസ് ചെയ്യുക. അടുത്തത് പിന്നീട് ദൈവം അനുവദിക്കാമെന്ന് പിന്നെ നമുക്ക് ചിന്തിക്കാം. കർത്താവ് പറയുന്നു, വായിച്ചോളൂ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. സ്തോത്രം. ഓക്കെ, ഇനിയുള്ള സമയം അത്യാവശ്യമുള്ളവർ മാത്രമേ എഴുന്നേറ്റ് പോകാവൂ. ബാക്കി എല്ലാവരും, അത്യാവശ്യമുള്ളവർ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകേണ്ടി വരും. ദാറ്റ്സ് ഓക്കെ. അല്ലാത്തവരാരും പോകരുത് പ്ലീസ്. എല്ലാവരും ശ്രദ്ധിച്ചേക്കുക. കാരണം പിശാച് ഭയങ്കര മിടുക്കനാണ്. ഇത് എങ്ങനെയും കേൾക്കാതിരിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യും. അതുകൊണ്ട് അല്പം മിനിറ്റ്സുകളൂടെ ഉള്ളൂ, ദയവായിട്ട് ഇരിക്കുക. ഓക്കെ, ഈ തിരുവചന ഭാഗത്ത് കർത്താവ് പറയുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് കർത്താവ് പറയുക, ഉപ്പ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. നേരത്തെ സൂചിപ്പിച്ചത് മറക്കരുത്. നിങ്ങളിങ്ങനെയൊക്കെ ആയാൽ ഉപ്പാകും എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഡിസൈപ്പിൾ ആണോ? ആണെങ്കിൽ, ഇഫ് ആണെങ്കിലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആണെങ്കിൽ യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. അതിൻ്റെ അപ്പുറത്തെ അധികാരമുള്ളവരൊന്നും ഈ ഭൂമിയിലില്ല, നമ്മളാരുമില്ല. അപ്പോൾ നമ്മൾ ഡിസൈപ്പിൾ ആണെങ്കിൽ വി ആർ ഡിസൈപ്പിൾ, ദ സോൾട്ട് ഓഫ് ദി എർത്ത്. So this is an indicative statement, not imperative. യേശു പറയുന്നത് ഇൻഡിക്കേഷനാണ്. ദിസ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ദ ഡിസൈപ്പിൾ. നോട്ട് ഇഫ് സംബഡി വിൽ ട്രൈ ഹിസ് അറ്റ്മോസ്റ്റ് ഹി വിൽ ബി ദിസ്. നോ, നമ്മൾ ട്രൈ ചെയ്താൽ നമ്മളിങ്ങനെ ആകുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. പീരീഡ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു എന്ന കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഉപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പോകല്ല, പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ പുസ്തകത്തിലുള്ളതേ പറയുന്നുള്ളൂ. 2 കാര്യങ്ങളാണ് ഉപ്പിൻ്റേത്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഉദാഹരണം പറഞ്ഞു, നിങ്ങളത് ഓർക്കുമെന്നാണ് ചിന്ത. ഒന്ന്, ഉപ്പിന് അത് പ്രിസർവ് ചെയ്യുവാനുള്ള ഒരു വലിയ ഒരു നേച്ചർ അതിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞു ഉപ്പ് എങ്ങനെയാണ് ഈ കളകളെ മുഴുവൻ നശിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ പ്രധാനമായിട്ടൊന്ന്, ദൈവമക്കളുടെ സാന്നിധ്യം അതിൽ തന്നെ ആവശ്യമില്ലാതെ വളർന്നു വരുന്ന കളകളെ
മാറ്റുവാൻ ശക്തിയുള്ളതാണ്. ഞാനൊരു ഉദാഹരണമൊക്കെ നിങ്ങളോട് പറഞ്ഞു, പിന്നീട് ചിന്തിച്ചെടുത്തു. 2, ഈ പദാർത്ഥത്തിന് പ്രിസർവ് ചെയ്യുവാനുള്ള ഒരു വലിയ ഗുണമുണ്ട്. അപ്പോൾ യേശു കർത്താവ് ഇത് പറയുമ്പോൾ നിശ്ചയമായിട്ടും ആ ശിഷ്യന്മാർ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കേട്ടവർ ഈ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കാലത്ത് റെഫ്രിജറേഷനൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേടുകൂടാതെ വർഷങ്ങൾ സൂക്ഷിക്കുന്നതിന് ഉപ്പിന് കഴിയും. അവർക്കറിയാതെ. അപ്പോൾ കറപ്ഷൻ ഉണ്ടാകാതെ ഒരു ഭവനത്തെ, ഒരു സഭയെ, ഒരു സമൂഹത്തെ പ്രിസർവ് ചെയ്യുവാൻ ബൈ ഡിഫോൾട്ട് ഒരു ശിഷ്യന് കഴിയും. അവരത് മനസ്സിലാക്കി. അതാ യേശു ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. രണ്ടാമതായിട്ട് യേശു പറയുന്ന ഒരു കാര്യം, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. ഇഫ് ദ സോൾട്ട് loses its saltiness, how can it be made salty again? അപ്പോൾ salt never ever loses. വ്യക്തമായിട്ട് പറഞ്ഞാൽ, സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ, it can never ever be ever become or remain unsalty. സോൾട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ആ രസം ഇല്ലാതെ അതിന് നിലനിൽക്കാൻ സാധ്യമല്ല. പിന്നെന്താ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? അതിൻ്റെ ആ പശ്ചാത്തലം ഞാൻ പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് പറയും. എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യനും 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും ഒരേ പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. 1979 ഡോക്ടർ ജോൺ എഫ് മക്കാർദർ, അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റപ്പ് ഞാൻ വായിച്ചതാണ്. അന്നത്തെ കാലത്ത് USA സ്കൂളുകളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഒരു സ്റ്റുഡൻറ്റ് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളുടെ ടീച്ചർ പറയുന്നേ, മനുഷ്യൻ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. കാലം മാറുമ്പോൾ, മലയാളത്തിൽ പറഞ്ഞാൽ കാലം മാറുമ്പോൾ അവൻ്റെ കോലം മാറിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, അതാണ് തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ലക്ഷണം. അപ്പം ഞാൻ ചെയ്യുന്ന പല കാര്യത്തിനും വേദപുസ്തകം അതിന് ഘടകവിരുദ്ധമാണേലും ഞാൻ പറയുന്നത് എൻ്റെ ജീവിതമാണ്, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ അനുഭവിക്കുന്നതാണ്, നിങ്ങൾക്കറിയാം ഇതുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞേ, നോ, മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത് പോലെ, ദേ ഇൻവെൻറ്റ് ന്യൂ ഈവിൾ. 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, ആ സ്ലിപ്പറി സ്ലോപ്പിലുള്ള ദൈവകോപത്തിൻ്റെ കീഴിലുള്ള മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്നാണെന്നറിയാമോ? ഇഫ് യു ആർ അണ്ടർ ഗോഡ്സ് റാത്ത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന 18-ാം വാക്യം, സകല മനുഷ്യൻ്റെയും അനീതി കൊണ്ട്
സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ പിന്നെ താഴ്ത്തു പറയാ, ഗോഡ് ഗേവ് ദം ഓവർ. ദൈവം അവരെ കൈവിട്ടു. അപ്പം ദൈവകോപം ആത്യന്തികമായിട്ട് ഒരു ദിവസം വെളിപ്പെടാൻ പോകാം, നിത്യനരകം. അന്ന് ആ ഫുള്ളി വെളിപ്പെടാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, കൃത്യമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവകോപം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ന് ദൈവകോപം വെളിപ്പെടുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചേലെ പോയില്ലെങ്കിൽ പോയാലെ അടിക്കുക എന്നെൻ്റെ വലിയ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലാകാത്ത ആരിലുണ്ട്? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കുക, എനിക്കത് ഇംഗ്ലീഷിൽ പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായി മനഃപൂർവമായി സ്റ്റബോണായിട്ട് എനിക്കിങ്ങനെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. God let you have your way, and that in and of itself is the revelation of God's wrath. മനസ്സിലായോ? അതാ ദൈവകോപം, ഇന്ന് വെളിപ്പെടുന്ന ദൈവകോപം. അതുകൊണ്ടാണ് പറയുന്നത് ഗോഡ്, നിങ്ങൾ ആ 1-ാം അധ്യായം 18 മുതൽ വായിച്ചു നോക്ക്, ഞാൻ പറയുന്നത് ശരിയാണെന്ന്. ഗോഡ് ഗേവ് ദം ഓവർ. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 3 പ്രാവശ്യം. ദൈവം അവരെ ഏൽപ്പിച്ചു, ദൈവം അവരെ വിട്ടുകളഞ്ഞു. അല്ലേ? അതാവർത്തിച്ച് നമ്മൾ വായിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഒരു വിശേഷത എന്നാ? 30-ാം വാക്യം. അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ വായിക്കണേ, ധ്യാനിച്ച് വായിക്കണം. ഓരോന്ന് വായിക്കുമ്പോഴും കർത്താവേ ഇതെൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. അല്ലാതെ ആരും ചിന്തിക്കരുത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയും, നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതങ്ങ് പള്ളി പറഞ്ഞേച്ചാൽ മതി എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? പള്ളി പറയുന്നതിനൊന്നും വലിയ വിലയൊന്നും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ചിലരുടെ ചിന്ത ഈ പള്ളി അങ്ങനാണെന്ന്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അങ്ങനല്ല. ഞാൻ കർത്താവിൻ്റെ വചനങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് പള്ളി പറഞ്ഞേക്കാൻ പറഞ്ഞാൽ അതിന് മറുപടി എനിക്കില്ല, കർത്താവ് പറഞ്ഞോളൂ. മനസ്സിലായല്ലോ? ഇതിൽ കൂടുതൽ ഞാൻ എന്നാ പ്രിയപ്പെട്ടവരെ ക്ലിയറാക്കി പറയേണ്ടത്? ഇതിൽ കൂടുതൽ എന്നാ ക്ലിയറാക്കി പറയേണ്ടത്? ഓക്കെ, അങ്ങനെയുള്ളവരുടെ വായിച്ചോ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ. അത് ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അല്ലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടെ വെക്കും. ഈ കുരുളക്കാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. പക്ഷെ മലയാളത്തിലെ പഴയ ഒരു വാക്കാത്, അപ്പോൾ അത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് നോക്കിയാൽ അറിയാം. ഓക്കെ, അടുത്തത്. നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, സ്വയം പുകഴ്ചക്കാർ. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം പൊങ്ങികൾ. അടുത്തത് പറഞ്ഞു. ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ. പുതുദോഷം സങ്കല്പിക്കുന്നവർ, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം? They invent ways of doing evil. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടായിരിക്കുന്നേ ഇന്നെന്താ പുതിയതായിട്ട് ഒപ്പിക്കേണ്ടിയെന്ന്. അതിൻ്റെ പേരാണ് പുതുദോഷം സങ്കല്പിക്കുന്നവർ. ഇന്നലെ വരെ ഉള്ളത് കുറേ കഴിയുമ്പം, പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഒരു സവിശേഷത എന്നാണെന്നറിയാമോ? പാപത്തിൻ്റെ സവിശേഷത ഇച്ചിരി കഴിയുമ്പം ബോറടിക്കും.
എന്നാൽ ദൈവ സന്നിധാനമുണ്ടല്ലോ, നിന്റെ സന്നിധാനത്തിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. നിത്യതയാണ്, യേശുവിൻ്റെ സന്നിധാനമാണ് നിത്യത മുഴുവൻ ബോറടിക്കാൻ കഴിയാത്ത ഒരു സ്ഥലം. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നിത്യമാം സ്നേഹത്തിൻ ആഴവും ഉയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. മുങ്ങിത്താണാലും ബോട്ടംസ് ഇല്ലാത്ത, അതിനൊരു അന്തമില്ലാത്ത, സീമകളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ പുതുമയിൽ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ we will never ever be having boredom in eternity. എന്നാൽ പാപത്തിൻ്റെ കുഴപ്പം എന്നാണെന്നറിയാമോ? പാപത്തിൻ്റെ കുഴപ്പം, it will bore you. One sin for some days will bore you. You want to do something else. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ അല്പം ഡീവിയേറ്റ് ചെയ്തു പോയി, പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ we don't evolve. East or west, ancient or modern, the Bible is the same, the teaching is the same, and ആകാശവും ഭൂമിയും മാറി ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഓസ്ട്രേലിയയിലായതുകൊണ്ട് അവിടെ അങ്ങനെ ആയിരിക്കും, ഇവിടെ ഇങ്ങനെ നോ. ദൈവവചനം സ്ഥിരമാണ്. സിൻ ഈസ് ഓൾവേസ് സിൻ, ഈവിൾ ഈസ് ഓൾവേസ് ഈവിൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഹൗ ക്യാൻ സോൾട്ട് ലൂസ് ഇറ്റ്സ് സോൾട്ടിനെസ്? ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ആ ടെക്നിക്കൽ വിഷയം ഞാൻ പിന്നീട് അവസരമുണ്ടെങ്കിൽ പറയാം. Salt can be unsalty, and even it can be dangerous when it is mixed with something. കർത്താവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാനത് പറയുന്നത്. അതിനകത്ത് മിക്സ്ചർ വന്നാൽ, if you although you are in the world, ലോകത്തിലായിരിക്കുന്ന നമുക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് സോൾട്ടിന് അതിൻ്റെ പ്രോപ്പർട്ടി മാറ്റാൻ പറ്റുകയില്ല. പക്ഷെങ്കിൽ ഇവിടെ ഈ ഉദാഹരണം കർത്താവ് പറയുന്നത് അവർക്ക് പരിചിതമാകുന്ന ഒരു കാര്യത്തിൽ നിന്ന്, അതെന്താണെന്ന് പറയാൻ ഇന്ന് നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. എന്നാൽ അതൊരു മിക്സ്ഡായ, ഫോർ എക്സാമ്പിൾ സോൾട്ടിനകത്ത് മണലും ചേർക്കുക. മണലും ചേർത്തേച്ച് അതുകൊണ്ട് ഇറച്ചി പ്രിസർവ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുകയില്ല. അത് പ്രയോജനമില്ലാത്തതായിപ്പോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 9:50, മാർക്സ് ഗോസ്പൽ 9:50. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്താം. ഇത് കർത്താവ് ഈ പറഞ്ഞ കാര്യം തന്നെ. ഇനി അടുത്തത് അതിന്റെ വ്യാഖ്യാനം കർത്താവ് അവിടെ തന്നെ കൊടുക്കുന്നു. പറഞ്ഞു, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും. നോക്കുക, എന്ന് യേശു പറയാ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്തിയെന്ന് പറഞ്ഞു പറയാ, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും. അപ്പം എൻ്റെ സോൾട്ടിനെസ് പ്രകടമാകുന്ന ഒരേറിയ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. എന്താ? അന്യോന്യം. Be at peace with each other. If there is no peace with your, number one, your spouse in the family, number two, in the congregation where you go, number three,
in the society in which you live in, you cannot keep peace with people, that is dangerous. ഇല്ലേ? എൻ്റെ ഭവനത്തിൽ, എൻ്റെ സ്പൗസിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, ലോകത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വി ആർ ഡേഞ്ചറസ്. എന്താ ഡേഞ്ചറസ്? വി ആർ എ ബാഡ് അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഗോഡ്സ് കിങ്ഡം. ഭാര്യ ചിന്തിക്കും, അല്ലെ ഭർത്താവ് ചിന്തിക്കും, സൺഡേയിലെ കയ്യടിയൊക്കെ ഒന്ന് കാണണം, വീട്ടിൽ വന്ന് എന്തുവാ പറഞ്ഞില്ലെങ്കിലും. അല്ലേ ദൈവഭക്തിയുള്ള സ്ത്രീയാന്നേൽ, അല്ലെ പുരുഷനാണേ ഉള്ളിൽ നീറും, എൻ്റെ പൊന്നു കർത്താവേ. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, when you come to the congregation, so the effectiveness of a Christian must, for your effectiveness, a Christian must retain his Christ likeness. അല്ലേ? ക്രൈസ്റ്റ് ലൈക്ക്നെസ്സസ് ഉണ്ടെങ്കിലേ, ഇഫ് യു റീറ്റെയിൻ ദാറ്റ്, ഇഫ് യു ആർ ക്രൈസ്റ്റ് ലൈക്ക് ആസ് എ ഹസ്ബൻഡ്. ക്രൈസ്റ്റ് ലൈക്ക് ആസ് എ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എഫേസ്യ ലേഖനം 5-ാം അധ്യായം വായിക്കണ്ട. കല്യാണത്തിന് എപ്പോഴും വായിക്കുന്ന, പക്ഷേ ആര് കേൾക്കുന്നു? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം? എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു, വായിച്ചു. 5-ാം അധ്യായം എഫേസ്യ ലേഖനം, അതിൻ്റെ 20 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തിയേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം സഭയാകുന്ന ബ്രൈഡിനെ ശുദ്ധീകരിപ്പാൻ ഹസ്ബൻഡാകുന്ന ക്രൈസ്റ്റ് എന്താ ചെയ്തത്? കമോൺ. അല്ല, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത്? അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനേൽപ്പിച്ചു കൊടുത്തു? എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തേ? കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ. ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള വാക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യേണ്ടത് ക്രോസാ. ക്രൂശിന് വേണ്ടി, മരിക്കാൻ വേണ്ടി ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ ലവ്, ആ ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ആ സോൾട്ടിനെസ് ഒരു ഹസ്ബൻഡിൽ വരാമെങ്കിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? If a husband retain the saltiness or his Christ likeness, പറവാശ്രേ കേക്കട്ടെ, സൗരിമാരി ചിന്തിക്കുക. അടുത്ത വാക്യം. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. എന്തെല്ലാം ഉണ്ടെന്നുള്ള എനിക്ക് ഇപ്പൊ സമയമില്ല, അതുകൊണ്ടാ. ഓക്കെ, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട്. ഇനി ഭാര്യമാരോടുള്ളതോടൊന്ന് വായിച്ചു പെട്ടെന്ന്. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന് രക്ഷകനായി.
അപ്പോൾ അവിടെയും ക്രൈസ്റ്റ് ലൈക്നെസ് ആ വിഷയം. ഭർത്താവിൽ ക്രൈസ്റ്റ് ലൈക്നെസ് വന്നു. എങ്ങനെ ക്രൈസ്റ്റ് ലൈക്നെസ്? ക്രൂശിൽ മരിക്കാൻ തക്കവണ്ണം എന്നെ നിങ്ങളെ കൊള്ളരുതാത്ത, ഗുണമില്ലാത്ത, സ്നേഹിക്കാൻ ഒട്ടും കൊള്ളാത്ത നമ്മെ ക്രിസ്തു സ്നേഹിച്ചു. എത്രത്തോളം? ക്രൂശിലെ മരണത്തോളം. 2, ഭാര്യമാര് എങ്ങനെ കീഴടങ്ങണം? ക്രിസ്തു കർത്താവിനെന്ന പോലെ. അപ്പൊ അവിടെയും ക്രൈസ്റ്റ് ലൈക്നെസ് ആണ് വിഷയം. ഒരു ഭാര്യ കർത്താവ് യേശുവിനെ പോലെ ആകണം. എങ്ങനെ ആകണം? അവിടുത്തെ പിതാവിന് സകലത്തിനും, കാരണം പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത, ഇവിടെ ആ വിശുദ്ധിയിലും സാങ്ക്ടിറ്റിയിലാകട്ടോ, സാങ്ക്ടിറ്റിയിലാണ്, പരിശുദ്ധിയിലാണ് ഈ കാര്യം ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചല്ല. സാങ്ക്ടിറ്റി, ഹൗ ക്രൈസ്റ്റ് സബ്മിറ്റഡ് ഹിംസെൽഫ് ടു ദ ഫാദേഴ്സ് വിൽ. ഇത് മനസ്സിലാകാൻ വേണ്ടി എൻ്റെ സഭയിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു അപ്പച്ചനുണ്ട്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മരിച്ചുപോയി, കസ്തൂരിദാസൻ PM ഫിലിപ്പ്. അദ്ദേഹം പറഞ്ഞു, പല കല്യാണത്തിന് പറയുന്ന ഉദാഹരണങ്ങളിലൊന്ന്, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിൽ എങ്ങനെയാകരുതെന്നാണ് പറയുന്നത്. എലിക്കുട്ടി ഇന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ഓക്കെ. ഇന്ന് വൈകിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് 4-5 പേര് വരും. നീ നമ്മുടെ ആ പൂവും കോഴിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ നല്ലൊരു ഡിന്നറൊക്കെ ഒരുക്കിക്കോണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടോ. ഞാൻ പിന്നെ വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് ഒരു സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരും. എന്താണെന്നറിയാമോ? ഇത് വെള്ളമല്ല, മിനറൽ വാട്ടറല്ല, അതിനകത്ത് വേറൊരു സാധനം. മനസ്സിലായല്ലോ? ഓക്കെ. ഞങ്ങൾക്കൊരു പാർട്ടിയുണ്ട്, ചില ഡിസ്കഷനൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഭാര്യ പറയണം, സോറി വി cannot do that. ഇതിൽ കൂടുതൽ വലിയ ഇൻസ്ട്രക്ഷൻ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കർത്താവിന് യോഗ്യമാകുന്ന നിലയിൽ എന്ത് ചെയ്യണം? കീഴടങ്ങണം. അങ്ങനെ കീഴടങ്ങണമെങ്കിൽ കർത്താവിനെ പോലെയാണ്. സോൾട്ടിനെസ് കീപ്പ് ചെയ്യണം. ഇഫ് യു ഹാവ് സോൾട്ട് ഇൻ യുവർസെൽസ്, സച്ച് എ ബ്ലെസ്സഡ് തിങ്. ഓക്കെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരു വേദഭാഗം നിങ്ങൾ ഒന്ന് വായിക്കണം. കൊലോസ്യ ലേഖനം 4:6. പെട്ടെന്ന് അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. കൊലോസ്യൻസ് 4. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഓരോരുത്തനോട് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല അവിടെ. എന്നെ ഉപദ്രവിച്ചവനാണോ, എന്നെ മിസ്ട്രീറ്റ് ചെയ്തവനാണോ, ഒരു ക്വാളിഫിക്കേഷനോട് കൊടുത്തിട്ടില്ല. ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് വലിയ PhD ഒന്നും ആവശ്യമില്ല കേട്ടോ. സിമ്പിൾ വേർഡ്സ് ഓഫ് ജീസസ്. അതും കർത്താവിൻ്റെ വാക്കുകളാണ്. പൗലോസ് പറഞ്ഞതേ ഉള്ളൂ, കർത്താവിൻ്റെ വാക്കുകൾ തന്നെയാണ്. ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന്. അറിയത്തില്ലയോ സംസാരിക്കാൻ? പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളെങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്. നിങ്ങളുടെ വാക്ക് മുട്ടുമേലിരിക്കുക സഹോദരി. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. കർത്താവേ, ഗിവ് മീ ഗ്രേസ്. എനിക്ക് അറിയത്തില്ല വർത്താനം പറയാൻ. എൻ്റെ വാക്ക് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നതായപ്പോഴും ഗിവ് മീ ഗ്രേസ്.
Don't you think that he would not give you grace? If he has given you grace so abundant that he loved you while you were a sinner, will he not give you grace if you ask for it? എന്നാ ഇല്ലാത്തത്? യാക്കോബ് ഉത്തരം പറയും, ചോദിക്കാത്തത് കൊണ്ട്. പറഞ്ഞേ, ചോദിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. ചോദിച്ചിട്ടുണ്ടോ? കൃപദാത കർത്താവേ, കൃപദാ കർത്താവേ. അതിക്കുള്ള ക്ലാരിറ്റി എവിടെയാ വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ആ വാക്യം ഒന്നുകൂടെ കാണിച്ചോ? എല്ലാവരും കാണട്ടെ. ഇത് ഓഡിയോ വിഷ്വൽ ആകുമ്പോൾ അങ്ങ് ഉള്ളിലോട്ട് കയറട്ടെ. ഷോ മീ പ്ലീസ്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും എന്ന് തന്നെ അർത്ഥം. അത് നമ്മൾ പറയും അയാൾ എന്നെ പ്രൊവോക്ക് ചെയ്തിട്ടാണ്. പക്ഷേ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു വാക്യമല്ല, ഒത്തിരി വാക്യമുണ്ട്. 103 105 എൻ്റെ ഓർമ്മ. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. ജനത്തെ നയിച്ചുകൊണ്ട് വന്ന ഭൂമിയിലെ ഏറ്റവും അതിസൗമ്യനാകുന്ന മനുഷ്യന് ജനങ്ങളെല്ലാം കൂടെ അങ്ങ് ആരിശം പിടിപ്പിച്ചു. ഒരു വാക്ക് വായിന്ന് വീണുപോയി. സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 105 എൻ്റെ ഓർമ്മ, അതോ 104. എനിവേ, ആ 104 105 ആ സങ്കീർത്തനങ്ങൾ അല്ല, 106 ഈ 3 സങ്കീർത്തനങ്ങൾ. അവർ നിമിത്തം മോശയ്ക്കും, ഒരു പ്രത്യേക വാക്കാണ്, മോശയ്ക്കും അനർത്ഥമെന്നാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് ഭവിച്ചു. അവൻ വാക്ക് സംസാരിച്ചു പോയി. അപ്പോൾ കർത്താവ് മറുപടി എന്നാ കൊടുത്തതെന്നറിയാം? കൊള്ളാം മോനെ, കൊള്ളാം, വെള്ളമൊക്കെ ഞാൻ തരാം, പക്ഷെ നീ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഇന്ന് നമ്മൾ ഓർക്കുന്നത് എന്നറിയോ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വെള്ളം കിട്ടിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സംഖ്യാപുസ്തകം 20 വായിച്ച് നോക്കിക്കോ, മനസ്സിലാവും. വെള്ളം കിട്ടിയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് വെച്ചിട്ട് അളക്കുന്നേ. ഒരു കുഴപ്പമില്ല. അല്ല കുഞ്ഞുങ്ങളെ, അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കുന്നത് ക്ഷമിക്കണം, എൻ്റെ പിതാവ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ ദൈവികമാകുന്ന സ്നേഹത്തിലാണ് അത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുന്നത്, when I behave in such a way, when I am provoked, that doesn't show the other person's thing, but it shows me who I am. പുറത്തിയാടുക, പൂച്ച പുറത്തിയാടുക. Why am I provoked in the first place? What is it? അതിൻ്റെ കാരണം കൃപ എന്നിൽ വ്യാപരിക്കുന്നില്ലെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ക്ലിയർ ആക്കുന്നത്? എഫേസ്യർ 4:29 നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിൽ അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. എങ്ങനെയാണ് ദുഃഖിപ്പിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒറ്റ ലൈൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇഫ് യു വാണ്ട് ടു റിറ്റെയിൻ യുവർ ഇൻഫ്ലുവൻസ്, always remember, people are important than programs. ഒന്നുകൂടെ പറയട്ടെ. If you want to retain your saltiness, remember this: people are important than programs. We always think we can, so long as we run the show, it is okay. No. People are important than programs. Get reconciled with each other. മനുഷ്യരാ വലുത്, കാര്യക്രമമല്ല.
മനുഷ്യരാവരുത്. Then you will retain your saltiness. May God bless you. സഹോദരന്മാർ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരാം. അവരെ പാട്ട് പാടുമ്പോൾ സ്തോത്രാഴ്ചയും എടുക്കാം. താങ്ക് യു. അവർ മുൻപോട്ട് കടന്നു വരുന്ന സമയത്ത് ഒരു വാക്കിൽ കേട്ടതാകുന്ന വചനത്തെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.